സഹൃദയരെ, സീറോ മലബാർ ചർച്ച് ബ്ലാഞ്ചസ്റ്റൗൺ അവതരിപ്പിക്കുന്ന ബൈബിൾ നാടകം നീതിമാന്റെ രക്തം. രചന CL ജോസ്. സംവിധാനം ബിനു കലയംകണ്ടം ആൻഡ് തോമസ് ചിറയത്ത്. ഒറ്റിക്കൊടുക്കപ്പെട്ട മെശിഹായെ വിചാരണയ്ക്കായി പടയാളികൾ യൂദയായിലെ റോമൻ ഗവർണറായ പിലാത്തോസിന്റെ അരമനയിൽ എത്തിക്കുന്നു. പുരോഹിത മേധാവിയായ അന്നാസും പ്രധാന പുരോഹിതൻ കയ്യഫാസും യേശുവിനെതിരായി തെളിവുകൾ ഹാജരാക്കി ജനക്കൂട്ടത്തെ പ്രക്ഷുബ്ധരാക്കുന്നു. അടുത്ത ബെല്ലോടുകൂടി നാടകം ആരംഭിക്കുന്നു. നീതിമാന്റെ രക്തം. ജനങ്ങളോടൊന്ന് ശാന്തരാവാൻ പറയൂ. നല്ലവരായ പൊതുജനങ്ങളെ, നിങ്ങൾ ബഹളം വെക്കാതിരിക്കൂ. ഗവർണർ പീലാത്തോസ് ഉടനെ ആഗതനാവും. ദൂതനെ പറഞ്ഞയച്ചിട്ടുണ്ട്. അതാ ഗവർണർ ആഗതനാവുന്നു. കുറ്റവാളിയെ ഇങ്ങോട്ട് മുമ്പിലേക്ക് കയറ്റി നിർത്തൂ. അന്നാസ് പുരോഹിത, എന്താണ് ഈ തടവ് പുള്ളിയെ വീണ്ടും ഇങ്ങോട്ട് തന്നെ കൊണ്ടുവന്നിരിക്കുന്നത്? ഗതികേട് കൊണ്ട് ഇവിടെ കൊണ്ടുവന്നപ്പോൾ പറഞ്ഞു ഹെരോദോസ് രാജാവിന്റെ പക്കലേക്ക് കൊണ്ടുപോകാൻ. അവിടെ ചെന്നപ്പോൾ പറയുന്നു ഇങ്ങോട്ട് കൊണ്ടുവരാൻ. ഇതിന്റെയൊക്കെ അർത്ഥം? കാര്യം പറയൂ, എന്തുണ്ടായി? അങ്ങ് തന്നെയാണ് വിധിക്കേണ്ടത്. മഹാരാജാവിന്റെ അഭിപ്രായം അതാണ്. ഞാനോ? ഇയാൾ ഗലീലാക്കാരനാണെന്ന് അറിയിച്ചില്ലേ? അറിയിച്ചു. പിടികൂടി ബന്ധിച്ചത് അങ്ങയുടെ അധികാരസീമയിൽപ്പെട്ട ജെറുസലേം പട്ടണത്തിൽ വെച്ചാകയാൽ അതിനുള്ള ശിക്ഷ കൽപ്പിക്കേണ്ടതും അങ്ങ് തന്നെയെന്നാണ് ഹെറോദസ് പ്രസ്താവിച്ചത്. ഇതെന്തൊരു പ്രതിസന്ധി! നിങ്ങൾ എന്നെ വീർപ്പ് മുട്ടിക്കുകയാണ്. വീർപ്പ് മുട്ടുന്നത് യഹൂദ ജനതയാണ്. ഈ നിൽക്കുന്ന ഇവൻ കാരണം. ഇവനാണ് അവരെ വഴിതെറ്റിക്കുന്നത്, നാശത്തിലേക്ക് നയിക്കുന്നത്. എനിക്കങ്ങനെ തോന്നുന്നില്ല. ഈ നിൽക്കുന്ന മനുഷ്യനെ കണ്ടാൽ അങ്ങനെ തോന്നുകയുമില്ല. കഷ്ടം! ഗുരുതരമായ കുറ്റം ചെയ്തിട്ടും തക്ക ശിക്ഷ കൊടുക്കാൻ ആളില്ലാതെ വരുന്നത് ലജ്ജാകരമാണ്. നിർദോഷികളുടെ ശിരസിൽ കൊലക്കുറ്റം കയറ്റിവെക്കുന്നതാണ് ലജ്ജാകരം. അവനൊരു കുറ്റവും ചെയ്തിട്ടില്ലെന്നാണോ പറയുന്നത്? കുറ്റം ചെയ്തുവെന്ന് നിങ്ങൾ പറഞ്ഞാൽ മതിയോ? കാണുന്നവരാണ് അത് പറയുക. അവരാണ് അധികാരികളെ അറിയിക്കുക. അല്ലാതെ അരമനയ്ക്കകത്തിരിക്കുന്ന അധികാരികളാണോ ഓടി നടന്ന് കുറ്റം കണ്ടുപിടിക്കുക? അങ്ങനെ കൺമുമ്പിൽ കണ്ടാലേ കുറ്റം കുറ്റമാവൂ. കുറ്റമുണ്ടെങ്കിൽ അധികാരികൾക്ക് അത് ബോധ്യപ്പെടണം. അതിനാണ് വിചാരണ നടത്തുന്നത്. വിചാരണ നടത്തി യാതൊരു കുറ്റവും ഞാൻ കാണുന്നില്ല. തീവ്ര വിപ്ലവകാരി എന്ന ആരോപണത്തോടെ ആണല്ലോ ഈ മനുഷ്യനെ നിങ്ങൾ എന്റെ മുന്നിൽ ഹാജരാക്കിയത്. നിങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെയല്ലേ നേരത്തെ ഞാൻ വിസ്തരിച്ചത്. നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ ഈ മനുഷ്യനോട് ഇനിയും എന്റെ ചോദ്യങ്ങൾ ആവർത്തിക്കാം. ഞാൻ വീണ്ടും ചോദിക്കുന്നു, നിങ്ങൾ യഹൂദന്മാരുടെ രാജാവാണോ? ഇത് നിങ്ങൾ സ്വയം പറയുന്നതോ അതോ മറ്റുള്ളവർ എന്നെപ്പറ്റി പറയുന്നത് നിങ്ങൾ ആവർത്തിക്കുന്നത്? അതിന് ഞാനൊരു യഹൂദനാണോ? നിങ്ങളുടെ സ്വന്തം ജനങ്ങളും ഈ മഹാപുരോഹിതന്മാരുമല്ലേ നിങ്ങളെ എവിടെ കൊണ്ടുവന്നിരിക്കുന്നത്? നിങ്ങൾ എന്ത് കുറ്റമാണ് ചെയ്തത്? ഇവൻ കുറ്റമേ ചെയ്തിട്ടുള്ളൂ, കുറ്റങ്ങൾ മാത്രം. നിങ്ങൾ സംസാരിക്കേണ്ട, ഞാൻ ചോദിക്കുന്നുണ്ട്. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? എന്റെ രാജ്യം ഇഹലോക സംബന്ധമായതല്ല. ആയിരുന്നെങ്കിൽ യഹൂദന്മാരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടാതിരിക്കാൻ എൻ്റെ അനുയായികൾ യുദ്ധം ചെയ്യുമായിരുന്നു. പക്ഷേ എൻ്റെ രാജ്യം
ഇവിടെ നിന്നുള്ളതല്ല. അപ്പോൾ എനിക്കറിയേണ്ടത്, നിങ്ങൾ ഒരു രാജാവാകുന്നുവോ? ഞാൻ രാജാവാകുന്നു എന്ന് നിങ്ങൾ പറയുന്നു. ഞാൻ അവതരിച്ച് ലോകത്തിലാഗതനായത് സത്യത്തിന് സാക്ഷ്യം വഹിക്കാനാണ്. സത്യത്തിൽ നിന്നുള്ള ഏവരും എന്റെ ശബ്ദം കേൾക്കുന്നു. എന്താണ് സത്യം? സത്യമെന്തെന്ന് ഞാൻ പറയാം. ഇവൻ നാടൊട്ടുക്ക് നടന്ന് വിപ്ലവം വിതറിക്കൊണ്ട് ജനങ്ങളെ പറഞ്ഞിളക്കുന്നു. സീസർ ചക്രവർത്തിക്ക് ന്യായമായി അവകാശപ്പെട്ട കപ്പം കൊടുക്കരുതെന്ന് പറഞ്ഞു. യഹൂദന്മാരുടെ രാജാവായ വരാനിരിക്കുന്ന മിശിഹ താനാണെന്ന് ഈ തച്ചന്റെ മകൻ ധിക്കാരം പറഞ്ഞു. നീണ്ട 46 കൊല്ലം കൊണ്ട് പണിതുയർത്തി ബ്രഹ്മാണ്ഡമായ ജെറുസലേം ദേവാലയം, ആ ദേവാലയത്തെ നശിപ്പിച്ച് 3 ദിവസത്തിനുള്ളിൽ മറ്റൊന്ന് മാറ്റിപ്പണിയുമെന്ന് പറഞ്ഞ അഹങ്കാരിയാണിവൻ. നിങ്ങൾക്ക് യാതൊരു ഉത്തരവും പറയാനില്ലേ? നോക്കൂ, എന്തെല്ലാം അപരാധങ്ങളാണ് ഇവർ നിങ്ങളുടെ മേൽ ചുമത്തുന്നത്, എന്തെല്ലാം തെളിവുകളാണ് ഹാജരാക്കുന്നത്. എന്താണൊന്നും മിണ്ടാത്തത്? നിങ്ങൾ എന്നോടൊന്നും ഉരിയാടുകയില്ലേ? നിങ്ങളെ കുരിശിൽ തറയ്ക്കാനും വിട്ടയക്കാനും എനിക്ക് അധികാരമുണ്ടെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? മുകളിൽ നിന്ന് ലഭിച്ചില്ലായിരുന്നെങ്കിൽ എന്റെ മേൽ നിങ്ങൾക്ക് യാതൊരു അധികാരവും ഉണ്ടാകുമായിരുന്നില്ല. അതിനാൽ എന്നെ നിങ്ങൾ കേൾപ്പിച്ചവൻ കൂടുതൽ പാപം ചെയ്തിരിക്കുന്നു. കേട്ടോ കേട്ടോ, ഓരോ വാക്കിലുമുണ്ട് ധിക്കാരത്തിന്റെ ധ്വനികൾ. മുഷ്കിന്റെ ഭാഷയിലേ ഇവൻ സംസാരിക്കൂ. പ്രഭു, എന്താണ് ഇങ്ങനെ ചിന്താമുഖനായി നിൽക്കുന്നത്? ജനങ്ങൾ അവിടെ അക്ഷമരായി കാത്തു നിൽക്കുന്നു. ഇവനെതിരെ വിധി എഴുതൂ, ഇവനെ ശിക്ഷിക്കൂ. കുറ്റമില്ലാത്തവനെ എങ്ങനെ ശിക്ഷിക്കും? എന്ത് കുറ്റമില്ലാത്തവനോ? അങ്ങ് എന്താണ് ഈ പറയുന്നത്? നിങ്ങൾ പറയുന്നു ഇയാൾ ഉഗ്ര വിപ്ലവകാരിയാണെന്ന്. ഇയാളായിട്ട് ആയുധ വിപ്ലവങ്ങൾ എന്തെങ്കിലും സംഘടിപ്പിച്ചോ? അട്ടിമറി പ്രവർത്തനങ്ങൾ എന്തെങ്കിലും നടത്തിയോ? ആക്രമണങ്ങൾ എന്തെങ്കിലും അഴിച്ചുവിട്ടോ? യാതൊരു പ്രകോപനവുമില്ലാതെ ഗെത്സമൻ തോട്ടത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആ മനുഷ്യനെയല്ലേ നിങ്ങൾ ബന്ധിച്ചു കൊണ്ടുവന്നത്? വിപ്ലവ നേതാക്കളെ ബന്ധിക്കുക അക്രമാസക്തരായ അനുയായികളുടെ മുമ്പിൽ വെച്ചല്ല, ഒളിഞ്ഞും മറഞ്ഞും പാത്തും പതുങ്ങിയും നിന്ന് വേണോ അത് ചെയ്യാൻ. അതിനാണ് ഈ തന്ത്രം പ്രയോഗിച്ചത്. ശരി, ഞാൻ കൂടുതലായി ഇതിലേക്ക് കടക്കുന്നില്ല. എന്തായാലും ഇയാൾക്ക് ഞാനൊരു ശിക്ഷ കൊടുക്കാം. കഴുത്തുകളിൽ കെട്ടി ചമ്മട്ടി കൊണ്ട് ഏതാനും അടികൾ നൽകട്ടെ. എന്നിട്ട് ഞാൻ അയാളെ വിട്ടയക്കും. ജനങ്ങളെ, ഇയാൾ എന്ത് കുറ്റമാണ് ചെയ്തത്? പെസഹ പെരുന്നാൾക്കൊരു തടവ് പുള്ളിയെ നിങ്ങൾക്ക് വിട്ടുതരിക പതിവുണ്ടല്ലോ. ഞാൻ ആരെയാണ് വിട്ടുതരേണ്ടത്? കൊള്ളക്കാരനും കൊലപാതകമായ ബറാബസിനെയോ ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്ന ഈ യേശുവിനെയോ? ഞങ്ങൾക്ക് ബറാബസിനെ മതി. ഇവരെ കൊണ്ട് കുരിശിൽ തറയ്ക്കുക. ബറാബസിനെ ഞങ്ങൾക്ക് വിട്ടുതരിക. കയ്യഫാസ് ആ പാവം അടിയേറ്റ് അവശനായിരിക്കുന്നു, തകർന്നിരിക്കുന്നു. മുള്ളും മുള്ളാണികളും കടിപ്പിച്ച ചമ്മട്ടി കൊണ്ട്, ഈയക്കട്ടിയും എല്ലിൻ കഷ്ണവും ചേർത്ത് മുറുക്കിയ ചാട്ടവാർ കൊണ്ട് എത്രയോ നിഷ്ഠൂരമായ അടികളാണ് അടിച്ചത്.
അതെല്ലാം നിങ്ങൾ കണ്ടതല്ലേ? രക്തം വാർന്നൊഴുകുന്നതും മാംസം ചിതറി വീഴുന്നതും നിങ്ങൾ കണ്ടില്ലേ? അത് പോരെ കയ്യഫാസ്? അതുകൊണ്ട് തൃപ്തിപ്പെട്ടുകൂടെ? ഞാനല്ല തൃപ്തിപ്പെടേണ്ടത്, ക്ഷോഭിച്ചു നിൽക്കുന്ന ഈ ജനക്കൂട്ടമാണ്. അവരുടെ ആവശ്യം എന്താണെന്ന് അവരറിയിച്ചു കഴിഞ്ഞു. അതാ അവർ ആ പാവത്തിനെ കൊണ്ടുവരുന്നു. ചോരയിൽ മുങ്ങി വേച്ച് വേച്ച് ഉന്തി ഉളുക്കി വരുന്ന ആ കാഴ്ച കണ്ടോ? എന്താണ് അയാളുടെ തലയിൽ വെച്ചിരിക്കുന്നത്? ഉള്ളുകൊണ്ടുള്ള കിരീടം. രാജാവല്ലേ? ശിരസിൽ അടിച്ചുറപ്പിച്ചിരിക്കുകയാണോ? രക്തം ധാരധാരായി ഒഴുകുന്നുണ്ടല്ലോ. അന്നാസ് പുരോഹിത, ഇത്രയും വേണമായിരുന്നോ? നോക്കൂ, ഇയാളിൽ ഇപ്പോഴും യാതൊരു കുറ്റവും ഞാൻ കാണുന്നില്ല. ഞാൻ ഈ മനുഷ്യനെ നിങ്ങളുടെ അനുകമ്പയുടെ മുമ്പിൽ നിർത്തുന്നു. ഞങ്ങളുടെ മുമ്പിലല്ല, ഈ ജനാവലിയുടെ മുമ്പിൽ നിർത്തൂ. അവർ പറയും. ജനങ്ങളെ, നിങ്ങൾ ശാന്തരാകൂ. ഇതാ മനുഷ്യൻ. അവനെ കൊല്ലുക, കൊല്ലുക, അവനെ ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക, അവനെ കൊല്ലുക, അവനെ ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക, അവനെ കൊല്ലുക, അവനെ ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക. എങ്കിൽ നിങ്ങൾ തന്നെ കൊണ്ടുപോയി കുരിശിൽ തറയ്ക്ക്. ഞാൻ ഇയാളിൽ ഒരു കുറ്റവും കാണുന്നില്ല. പീലാത്തോസ് പ്രഭോ, ജനതയുടെ ഒന്നടങ്കമുള്ള ആവശ്യമാണ് ഈ മുഴങ്ങിക്കേട്ടത്. അവർ കോളുകൊണ്ട കടൽ പോലെ ഇളകി മറിയുകയാണ്. ഇളകി മറിയുന്നതോ ഇളക്കി മറിക്കുന്നതോ? കയ്യഫാസ്, ജനക്കൂട്ടത്തിന്റെ ഗർജനമല്ല വിധി കൽപ്പനയുടെ മാനദണ്ഡം. അങ്ങ് ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ്. കടമകൾ വിസ്മരിക്കുകയാണ്. ഇവനിൽ പ്രധാനമായും 3 ഭയങ്കര കുറ്റങ്ങളാണുള്ളത്. ജനങ്ങളിൽ വിപ്ലവം ഉയർത്തുന്നു, സീസറിന് കപ്പം കൊടുക്കരുതെന്ന് പറഞ്ഞിരിക്കുന്നു, യഹൂദന്മാരുടെ രാജാവായ മെസ്സിയയാണെന്ന് അവകാശപ്പെടുന്നു. ഇവയുടെ പേരിൽ അങ്ങേക്ക് വിധിക്കാൻ പറ്റുമോ? ഞങ്ങൾക്കൊരു നിയമമുണ്ട്. ആ നിയമപ്രകാരം ഇവൻ മരിക്കണം. എന്തുകൊണ്ടെന്നാൽ ഇവൻ തന്നെത്താൻ ദൈവപുത്രനായിരിക്കുന്നു. തന്നെയുമല്ല, അങ്ങേക്ക് അറിഞ്ഞുകൂടെ, രാജാവിന് തുല്യനെന്ന് ആരെങ്കിലും ഒരുത്തൻ അവകാശപ്പെട്ടാൽ ആ ഒറ്റ കാരണത്താൽ തന്നെ അവൻ രാജ്യദ്രോഹിയാണ്. അതിന്റെ ശിക്ഷ ഇടവും വലവും നോക്കാതെയുള്ള തൂക്ക് ദണ്ഡനയാണ്, മരണമാണ്. ശരിയാണ്, പക്ഷേ ഒരു പക്ഷേയുമില്ല. ഭരണാധിപൻ ഭീരുവാകരുത്. നിങ്ങളാണ് ഭീരുക്കൾ. കൈകൾ കെട്ടപ്പെട്ട് നിഷ്ഠൂര മർദ്ദനങ്ങളേറ്റ് രക്തത്തിൽ കുളിച്ചു നിൽക്കുന്ന ഈ പച്ചപ്പാവത്തിനെ നിങ്ങൾ ഭയപ്പെടുന്നു. നിങ്ങളാണ് ഭീരുക്കൾ. അതിന്റെ ലക്ഷണമല്ലേ ഈ പ്രഭാതവേളയിൽ ശൈത്യം വിട്ടുമാറാത്ത ഈ സമയത്ത് പോലും നിങ്ങൾ രണ്ടുപേരും വിയർക്കുന്നത്? ശരിയാണ്, ഞങ്ങൾ ഭയപ്പെടുന്നുണ്ട്. യഹൂദ ജനതയുടെ ഭാവിയെ ഓർത്ത്. അങ്ങ് പറയൂ, ഇവൻ മൂലം യഹൂദ ജനത ഒന്നടങ്കം നശിക്കണോ, അതോ യഹൂദ ജനതയുടെ നന്മയ്ക്ക് വേണ്ടി ഇവൻ ഒരുത്തൻ നശിക്കണോ? പറയൂ. കയ്യഫാസ്, അവസാനമായി ഒന്നാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. അങ്ങയുടെ കൂറ് ഈ വിപ്ലവകാരിയോടോ സീസർ ചക്രവർത്തിയോടോ? പറയൂ. അന്നാസ്, ഇവനെ കുരിശിൽ തറയ്ക്കാൻ വിധിക്കൂ. ഇവനെ വിട്ടയക്കുന്ന പക്ഷം അങ്ങ് സീസറിന്റെ ബന്ധുവല്ല. വിട്ടയച്ചാൽ അങ്ങ് സീസർ ചക്രവർത്തിക്കെതിരാണെന്ന് ഞങ്ങൾ വിളിച്ചു പറയും. അവനെ കൊല്ലുക, അവനെ ക്രൂശിക്കുക. ഇതാ നിങ്ങളുടെ രാജാവ്. ഇനിയും അങ്ങ് എന്താണ് ചിന്തിക്കുന്നത്?
ഇവനെ കുരിശിൽ തറയ്ക്കാൻ വിധിക്കൂ. ഞങ്ങളുടെ നിയമസഭാ തീരുമാനം സ്ഥിരപ്പെടുത്തൂ. ആ ജനക്കൂട്ടത്തിന്റെ വിധിയെ മാനിക്കൂ. എനിക്കിനി ഒന്നും പറയാനില്ല. ആരെവിടെ? ഒരു പാത്രത്തിൽ അല്പം വെള്ളം കൊണ്ടുവരൂ. നിങ്ങളുടെ ആഗ്രഹം നടക്കട്ടെ. ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. നിങ്ങൾ തന്നെ അതിന്റെ പങ്കാളികൾ. എത്രമേൽ സ്നേഹിച്ചു നിന്നെ ഞാൻ മർത്യ മരക്കുരിശിന്മേൽ മരിക്കുമാറ്. എത്രമേൽ സ്നേഹിച്ചു നിന്നെ ഞാൻ മർത്യ മരക്കുരിശിന്മേൽ മരിക്കുമാറ്. എത്രമേൽ ദുഃഖിച്ചു നിന്നെയോർത്തി മൂന്നാണികളിൽ മൗനിയാകുമാറ്. എത്രമേൽ സ്നേഹിച്ചു നിന്നെ ഞാൻ മർത്യ മരക്കുരിശിന്മേൽ മരിക്കുമാറ്. പ്രിയജനം ചെയ്തൊരു പാപങ്ങൾ പോക്കുവാൻ ഹൃദയത്തിൽ ഞാനേറ്റവും മുടിയും വിലാപ്പുറം കുത്തിക്കയറ്റിയിറക്കിയ കുന്തമുനയുടെ കാർക്കശ്യവും ചിന്തിയ രക്തത്തിൽ നൊന്തതയില്ലെന്നാൽ നൊന്തുയൻ മക്കൾ തൻ കാഠിന്യത്തിൽ. ചിന്തിയ രക്തത്തിൽ നൊന്തതയില്ലെന്നാൽ നൊന്തുയൻ മക്കൾ തൻ കാഠിന്യത്തിൽ. നൊന്തുയൻ മക്കൾ തൻ കാഠിന്യത്തിൽ. എത്രമേൽ സ്നേഹിച്ചു നിന്നെ ഞാൻ മർത്യ മരക്കുരിശിന്മേൽ മരിക്കുമാറ്. അടുത്ത ഒരു രംഗത്തോടു കൂടി നാടകം അവസാനിക്കുന്നു. അതിനു മുമ്പായി ഈ നാടകത്തിൻ്റെ അരങ്ങിലും അണിയറയിലും പ്രവർത്തിച്ചവരെ പരിചയപ്പെടുത്തട്ടെ. കഥാപാത്രങ്ങളും വേഷമിട്ടവരും: കയ്യഫാസ് ബിനു കലയംകണ്ടം, അന്നാസ് മാർട്ടിൻ സ്കറിയ, പിലാത്തോസ് റോളി ചാക്കോ, യൂദാസ് തോമസ് ചിറയത്ത്, ശതാധിപൻ ചെറിയാൻ സൈമൺ, സേവകൻ സാജു മേൽപ്പറമ്പിൽ, മറിയം സൈല സജു, മിശിഹ
റോബിൻ ജോർജ്. നർത്തകർ ഐറിൻ ആന്റോണി, ക്രിസ്റ്റീന ബിജു. ശബ്ദം നൽകിയത് സലിൻ ശ്രീനിവാസ്. ചമയം, വസ്ത്രാലങ്കാരം, രംഗപടം, ദീപവിധാനം തോമസ് ചിറയത്ത്. ശബ്ദലേഖനവും മിശ്രണവും ബിനു കലയംകണ്ടം. ഗാനരചന ജെസി സലിൻ. സംഗീതം സിംസൺ ജോൺ. ആലാപനം സാബു ജോസഫ്. നാടകരചന ഷെവലിയാർ CL ജോസ്. സംവിധാനം ബിനു കലയംകണ്ടം, തോമസ് ചിറയത്ത്. ഇത്രയും നേരം ക്ഷമയോടും ശ്രദ്ധയോടും കൂടി ഈ നാടകം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന, പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കേവർക്കും ഞങ്ങൾ ഓരോരുത്തരുടെയും അഖൈതവമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നാടകം തുടരുന്നു. ഏറ്റവും വലിയൊരു ശത്രുവിന്റെ ശല്യം തീർന്നു. 2-3 വർഷമായി നാട്ടിലെമ്പാടും വിപ്ലവത്തിന്റെ കൊടുങ്കാറ്റഴിച്ചുവിട്ട ആ കള്ള ദൈവത്തിന്റെ കഥ കഴിഞ്ഞു. മനസ്സിന് എന്തൊരു ശാന്തി, എന്തൊരു സമാധാനം. ഈ കയ്യഫാസിന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള ദിവസമാണിന്ന്. ഈ വീര്യമുള്ള മദ്യം ആ സന്തോഷത്തിന്റെ ലഹരി വർദ്ധിപ്പിക്കും. ഇന്ന് ഞാൻ ഇങ്ങനെ ഈ വീര്യമുള്ള മദ്യത്തിൽ, സന്തോഷത്തിന്റെ ഈ ലഹരിയിൽ നീന്തി തുടിച്ച് മുങ്ങിക്കുളിച്ച് ഇസ്രായേൽ ജനങ്ങളെ രക്ഷിക്കാൻ ദാവീദിന്റെ സിംഹാസനത്തിൽ വാണരുളാൻ വന്ന മഹാരാജാവ്, അവൻ മിശിഹയാണത്രേ, മിശിഹ. ആ തട്ടിപ്പ് മിശിഹയെ തട്ടിയ ദിവസമാണിന്ന്. ഇതിനകം അവൻ പിടഞ്ഞ് മരിച്ചു കാണും. 3 ഇരുമ്പാണികളിൽ 2 കള്ളന്മാരുടെ മധ്യേ ദൈവപുത്രനെന്ന് വീമ്പിളക്കിയ ഒരു പെരുങ്കള്ളൻ. ആനന്ദത്തിന്റെ, പരമാനന്ദത്തിന്റെ, ആനന്ദാധിക്യത്തിന്റെ ദിവസമാണിന്ന്. ആഘോഷങ്ങൾ ആരംഭിക്കട്ടെ. ഓ യൂദാസ്, നിന്റെ ഈ കൊലച്ചിരി നിർത്താൻ. യൂദാസ്, എന്റെ ഗുരുനാഥൻ എവിടെ? എവിടെ എന്റെ ഗുരുനാഥൻ? യൂദാസ്, നിനക്കെന്ത് സംഭവിച്ചു? എന്റെ ഗുരുവിന് എന്ത് സംഭവിച്ചു? പറയൂ, നിങ്ങൾ എന്റെ ഗുരുവിന് എന്ത് ചെയ്തു? എന്റെ ഗുരുനാഥൻ എവിടെ? കാൽവരിക്കുന്നിൽ ഒരു മരക്കുരിശിൽ തൂങ്ങിക്കിടപ്പുണ്ട്. മരിച്ചു കാണില്ല, ചെന്ന് കണ്ടോളൂ. എനിക്ക് ഇപ്പോൾ ഗുരുനാഥനെയല്ല, നിന്നെയാണ് കാണേണ്ടത്. അതിനാണ് ഞാൻ വന്നത്. നിങ്ങൾ എന്തിനെന്റെ ഗുരുവിനെ കൊന്നു? നീ എന്തിന് ചുംബനം വഴി ചൂണ്ടിക്കാണിച്ചു തന്നു? എന്തിന് പ്രതിഫലമായി 30 വെള്ളിക്കാശ് പറ്റി? കൊല്ലാൻ വേണ്ടിയല്ല, കൊല്ലുമെന്ന് കരുതിയിട്ടല്ല. നിങ്ങൾ എന്നോട് വാഗ്ദാനം ചെയ്തത് പിടിച്ച് ബന്ധിക്കുകയുള്ളൂ, ജീവഹാനി വരുത്തില്ല എന്നാണ്. ആ നിങ്ങൾ എന്റെ ഗുരുവിനെ, നല്ലവരിൽ നല്ലവനായ എന്റെ ഗുരുവിനെ. നിനക്കെന്ത് പറ്റി യൂദാസ്? ഇത്ര പെട്ടെന്ന് ഈ മാറ്റം? ഇത്ര പെട്ടെന്ന് മാറിയത് നിങ്ങളാണ്. വാക്കുപാലിക്കാത്തവർ, വഞ്ചകന്മാർ, ദ്രോഹികൾ. യൂദാസ്, നീ ഒരു ശുദ്ധഗതിക്കാരനാണ്. എന്നാൽ ഇങ്ങനെ ആക്ഷേപാസ്ത്രങ്ങൾ വിടുന്നത് ശരിയല്ല. നീ ഒരു ദേശാഭിമാനിയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാനൊരു ദേശാഭിമാനമായി തീർന്നിരിക്കുകയാണ്. സ്വന്തം ഗുരുവിനെ ഒറ്റിക്കൊടുത്തതോടുകൂടി ആ അപമാനം വരുത്തിവെച്ചത് നിങ്ങളാണ്. ഇത്ര സ്നേഹവും വാത്സല്യവും ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നീ അതിന് സമ്മതിച്ചത്? എന്തിനാണ് തയ്യാറായത്? എനിക്ക് തെറ്റുപറ്റി.
എന്റെ പ്രതീക്ഷ തെറ്റി. ഒട്ടേറെ അത്ഭുതങ്ങൾ കാട്ടിയവനാണ് എന്റെ ഗുരു. പടയാളികൾ പിടിച്ചു കിട്ടുമ്പോൾ അത്ഭുത സിദ്ധി കൊണ്ട് രക്ഷപ്പെട്ടുകൊള്ളുമെന്ന് ഞാൻ ഊഹിച്ചു. അത് കൊള്ളാം. അതായത് എൻ്റെ പക്കൽ നിന്ന് 30 വെള്ളിപ്പണം തട്ടിയെടുക്കാം, നിന്റെ ഗുരുവിനെ ഞങ്ങൾ കൊട്ടുകിട്ടുകയുമില്ല. അങ്ങനെ പറ്റിക്കാമെന്നാണ് വിചാരിച്ചതല്ലേ? എന്നിട്ട് എന്തേ അത്ഭുത പ്രവർത്തകനായ നിന്റെ ഗുരു രക്ഷപ്പെടാഞ്ഞത്? ഇപ്പോൾ കുരിശിൽ കിടന്ന് പിടയ്ക്കുന്നുണ്ട്, എന്തേ സ്വയം രക്ഷപ്പെടാത്തത്? എടാ മഠയാ, അവൻ വെറും ഒരു മന്ത്രവാദിയായിരുന്നു, ഒരു ജാലവിദ്യക്കാരൻ. പരമദ്രോഹി! എന്റെ ഗുരുവിനെ നീ എന്തു പറഞ്ഞു? യൂദാസ്, ഞാൻ ക്ഷമിക്കുന്നു, ക്ഷോഭിക്കുന്നില്ല. നീ ഏറ്റവും വലിയൊരു ഉപകാരം ചെയ്തു തന്നവനാണ്. നിനക്കിപ്പോൾ കുറച്ച് മനോവിഷമമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇതാ, ഇത് കുടിക്കൂ, എല്ലാം ശമിക്കും, എല്ലാം മറക്കും. കൊണ്ടുപോകുന്നുണ്ട് ഈ മയക്കുമരുന്ന്. ഒട്ടേറെ ജനങ്ങളെ ഇതും കൈക്കൂലിയും കൊടുത്ത് മയക്കിയിട്ടാണ് എന്റെ ഗുരുവിനെതിരെ നീ അണിനിരത്തിയത്. യൂദാസ്, നീ ആരോടാണ് സംസാരിക്കുന്നതെന്ന് അറിയാമോ? അറിയാം, കള്ളപുരോഹിതനും കപട ഭക്തനുമായ കയ്യഫാസിനോട്. യൂദാസ്! കയ്യഫാസ്! എന്ത്? നീ എന്നെ പേരെടുത്ത് വിളിക്കുകയോ? പേരെടുത്തല്ല, നിന്റെ കുടലെടുത്ത് കൊല വിളിക്കും ഞാൻ. എന്നെ വഞ്ചിച്ചവനാണ് നീ, എന്റെ ഗുരുവിനെ കൊന്നവനാണ് നീ. ഇന്നലെ രാത്രിയിൽ ഒരേ മേശയിൽ ഒരുമിച്ചിരുന്ന് അത്താഴം കഴിച്ച എന്റെ ഗുരുവിനെ മറ്റു ശിഷ്യന്മാരെ ചെയ്തതുപോലെ എന്റെ കാൽപാദങ്ങൾ കഴുകി തുടച്ച് വിനീതനായ എന്റെ ഗുരുവിനെ 30 വെള്ളിക്കാശിന് വേണ്ടി. ഇന്നലെ ആ വിളക്കിനരികെ നിന്ന് വെള്ളി നാണയങ്ങൾ എണ്ണി വാങ്ങിയപ്പോൾ എവിടെയായിരുന്നു നിന്റെ ഈ ചിന്ത, ഈ സഹതാപം? ഇതാ കിടക്കുന്നു നിന്റെ ആ വെള്ളി നാണയങ്ങൾ. സ്വന്തം ഗുരുവിനെ വിറ്റ് കിട്ടിയ നാണയങ്ങൾ, രക്തം പുരണ്ട നാണയങ്ങൾ, തീ പിടിച്ച നാണയങ്ങൾ, വിഷം ചീറ്റുന്ന നാണയങ്ങൾ. ഇത് 30 വെള്ളി നാണയങ്ങളല്ല, 30 നരക സർപ്പങ്ങളാണ്. കയ്യഫാസ്, അവ നിന്റെ കാലിൽ ചുറ്റിപ്പടരും, നിന്നെ കൊത്തിക്കീറും. രക്തത്തിന്റെ വിലയാണിത്. രക്തദാഹിയായ നീ തന്നെ എടുത്തു. നീ പോകൂ യൂദാസ്, നിന്റെ സമനില തെറ്റിയിരിക്കുന്നു. അതെ, സമനില തെറ്റി, സകലതും തെറ്റി, എല്ലാം തെറ്റി. ഇന്നലെ രാത്രി എന്റെ വന്ധ്യഗുരുവിനെ യൂദാസ് ഒരു വിഷചുംബനം കൊണ്ട് ഒറ്റിക്കൊടുത്തു. ദൈവത്തിന്റെ പുത്രനെ ഞാൻ വിറ്റു. ലോകത്തിന്റെ രക്ഷകനെ വെറും 30 വെള്ളിക്കാശിന്റെ വിലയിൽ ഒതുക്കി നിർത്തിയ മഹാപാപിയാണ് ഞാൻ. എന്റെ തലച്ചോറിന് തീ പിടിക്കുന്നു, നാടിഞ്ഞരുമ്പുകൾ വരിഞ്ഞു പൊട്ടുന്നു, അസ്ഥികൂടങ്ങോട്ടിഞ്ഞു നുറുങ്ങുന്നു. അയ്യോ, ഞാൻ ആകെ പൊട്ടിച്ചിതറും, ചിന്നിച്ചിതറും. നീ സമാധാനമായി പോകൂ യൂദാസ്. ഇല്ല, സമാധാനമില്ല, എനിക്ക് സമാധാനമില്ല. ഗുരുവിനെ ഒറ്റുകൊടുത്ത ഞാൻ, ഗുരുവിനെ കൊന്ന ഞാൻ. ഇല്ല യൂദാസ്, ഞാനാണ് കൊന്നത്. നീ വിഷമിക്കണ്ട, ഞാനാണ് മരണവിധി എഴുതിയത്. പീലാത്തോസ് ആ വിധി സ്ഥിരപ്പെടുത്തി. നീ മരണവിധി എഴുതിയല്ലേ? ആ നിന്റെ മരണമൊഴിയാണ് ഈ കേൾക്കുന്നത് കയ്യഫാസ്. നീ മരിക്കാൻ പോവുകയാണ്. നിന്നെ ഞാൻ കൊല്ലും. നിന്റെ അമ്മാനപ്പനെവിടെ? ആ അന്നാസ് കിഴവനെവിടെ? അവൻ കിഴവനല്ല, കഴുകനാണ്. കിളിക്കുഞ്ഞിനെ കൊന്ന കഴുകൻ. നിങ്ങളെ രണ്ടെണ്ണത്തിനെയും ഞാൻ കൊല്ലും. യൂദാസ്, ഞാൻ ഈ കൈകളൊന്ന് കൂട്ടിയടിച്ചാൽ ആ നിമിഷത്തിൽ എൻ്റെ സേവകന്മാർ എത്ര വേണമെങ്കിലും ഓടിയെത്തും, നിന്നെ അരിഞ്ഞു വീഴ്ത്തും.
പക്ഷേ ഞാൻ ക്ഷമിക്കുന്നു യൂദാസ്. നീ പോകൂ യൂദാസ്, വേഗം സ്ഥലം വിടൂ. പോകാൻ. പോവുകയോ? എവിടെ പോകും? എനിക്ക് പോകാൻ ഇടമില്ല, ഒളിക്കാൻ സ്ഥലമില്ല. എവിടെ പോയാലും എന്റെ ഗുരു എന്നെ കാണും. ഗുഹയ്ക്കകത്ത് ഒളിച്ചാലും, അന്ധകാരത്തിൽ മറഞ്ഞാലും, അഗ്നികുണ്ഡത്തിൽ ചാടിയാലും, അലകടലിൽ പൊങ്ങിയാലും എന്റെ ഗുരു എന്നെ കാണും. അവിടുന്നെല്ലാം കാണുന്നവനാണ്. അവിടുന്ന് ദൈവമാണ്. ദൈവത്തെ ഞാൻ കൊന്നു. ദൈവത്തെ ഞാൻ കൊന്നു. ആ ദൈവത്തെ ഞാൻ കൊന്നു. ആ ദൈവത്തെ ഞാൻ കൊന്നു. ആ ദൈവത്തെ. പാവം യൂദാസ്, വിഡ്ഢിയായ യൂദാസ് വിളറിയെടുത്ത് ഓടുകയാണ്. എടാ യൂദാസ്, നിന്നെ കൊണ്ട് ശരിക്കും ഞങ്ങൾ മുതലെടുത്തു. സ്വന്തം ശിഷ്യനെ കൊണ്ട് തന്നെ മുതലെടുത്തു. അതാണ് ഈ കയ്യഫാസിന്റെ കഴിവ്. നിന്നെ കൊണ്ടുള്ള ഉപയോഗം തീർന്നു. ഇനി എങ്ങനെയായാലും കൊള്ളാം, നീ എവിടെ പോയി തുലഞ്ഞാലും കൊള്ളാം. കയ്യഫാസ് ആഹ്ലാദിക്കുകയാണോ? ആഹ്ലാദിച്ചോളൂ. ഇന്നല്ലെങ്കിൽ പിന്നെ എന്നാണ് ആഹ്ലാദിക്കുക? ഇതിൽ പരം ആനന്ദമലയിടിക്കുന്ന ദിവസം വേറെയുണ്ടോ? അന്നാസ് പ്രഭു, ഇപ്പോൾ തന്നെ യൂദാസ് ഇവിടെ വന്നിരുന്നു. മനസ്സിലാക്കി. ഞാൻ ഇങ്ങോട്ട് പോരുമ്പോൾ അവൻ ഭ്രാന്ത് പിടിച്ചവനെ പോലെ മുടി പിടിച്ചു വലിച്ച് പല്ല് കടിച്ച് ഞെരിച്ച് ഓടുകയാണ്. അകലെ നിന്ന് കണ്ടപ്പോൾ ഞാൻ ഉടനെ മാറി ഒളിച്ചു. അവന്റെ മുഖം ഇപ്പോൾ കരിവാളിച്ച പോലെയാണ്. ഇവിടെ വന്നിട്ട് വല്ലാത്ത ബഹളമായിരുന്നു. നമ്മൾ അവനെ വഞ്ചിച്ചുവെന്ന്, ഗുരുവിനെ ഒന്നും ചെയ്യില്ലെന്ന് വാക്ക് കൊടുത്തിട്ട് എന്തിനു വാക്കുമാറി, എന്തിനു നമ്മൾ കൊന്നു എന്നൊക്കെയാണ് ചോദ്യം. അതെല്ലാം കാര്യം കാണാനുള്ള സൂത്രമാണെന്ന് ആ സാധു മനസ്സിലാക്കിയില്ല. അവൻ താക്കീതുകളും ഭീഷണികളും മുഴക്കി നമ്മെ രണ്ടുപേരെയും കൊല്ലുമെന്ന് വരെ പറഞ്ഞു. ഒടുവിൽ കലിപൂണ്ട് അവൻ ആ 30 വെള്ളിക്കാശ് എന്റെ മുമ്പിൽ വലിച്ചെറിഞ്ഞു. അതാ കിടക്കുന്നു ആ സഞ്ചി. ഓഹോ, അങ്ങനെയുണ്ടായോ? ഞാൻ ചോദിച്ചു, പിന്നെ എന്തിനാണത് വാങ്ങിയതെന്ന്. അതിനവൻ പറഞ്ഞ മറുപടിയല്ലേ രസാവഹം. അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ടുള്ള ഗുരുവിനെ പടയാളികൾ പിടിച്ചു കെട്ടുമ്പോൾ ഗുരു തന്റെ അത്ഭുത ശക്തിയാൽ സ്വയം രക്ഷപ്പെട്ടുകൊള്ളുമെന്ന് അവൻ കരുതിയത്രേ. ഇപ്പോൾ രക്ഷപ്പെട്ടല്ലോ. ഭൂമിയിൽ നിന്ന് തന്നെ രക്ഷപ്പെട്ടു. ഇപ്പോൾ ഭൂമിയിലുമല്ല ആകാശത്തുമല്ല, അതിൻ്റെ ഇടയ്ക്ക് ആ കുന്നിൻ മുകളിൽ കുരിശിൽ നാട്ടിയിരിക്കുകയല്ലേ. ഇപ്പോൾ ഏതാണ്ട് ചത്ത് കാണും. എനിക്കൊറ്റ പ്രയാസമേയുള്ളൂ, ആ പീലാത്തോസ് പറ്റിച്ച പണി. അയാളുടെ വകയ്ക്ക് കുരിശിന്റെ മുകളിൽ ഉറപ്പിക്കാൻ ഒരു പരസ്യപ്പലക എഴുതി വച്ചിരിക്കുന്നതോ യഹൂദന്മാരുടെ രാജാവായ നസറേയനായ യേശു എന്ന്. അയാൾക്ക് എന്ത് കാര്യമുണ്ട് ഇതൊക്കെ അതിന്മേൽ എഴുതാൻ? ഇത് നമ്മുടെ മുഖത്തടിച്ചതിന് തുല്യമായി. സത്യത്തിൽ നമ്മെ പരിഹസിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിലും അയാൾ അവന്റെ ഭാഗത്താണ്. കേസ് വിസ്താരം നടത്തിയപ്പോൾ ഞാനത് മനസ്സിലാക്കി. എന്തു കുന്തമെങ്കിലും ആകട്ടെ, അവനെ കൊന്നുകളഞ്ഞല്ലോ, അത് മതി. അതിരിക്കട്ടെ, നമുക്ക് ഈ നാണയങ്ങൾ എന്ത് ചെയ്യണം? ദേവാലയത്തിലെ ഭണ്ഡാരത്തിലിട്ടാലോ? വേണ്ട വേണ്ട, അത് ശരിയാവില്ല. ഇത് രക്തത്തിന്റെ വിലയാണ്. ഈ പണമെടുത്ത് സാധുക്കളെ സഹായിക്കാൻ പോലും യഹൂദ നിയമം അനുവദിക്കുന്നില്ല. പിന്നെ നാം ഇതുകൊണ്ട് എന്ത് ചെയ്യണം? ആലോചിക്കേണ്ട വിഷയമാണ്.
എനിക്കൊരു ബുദ്ധി തോന്നുന്നു. ഇതുകൊണ്ട് പരദേശികൾക്കായുള്ള ശ്മശാനമുണ്ടാക്കാൻ ഒരു പറമ്പ് വാങ്ങാം. ആ ഹിന്നാൻ താഴ്വരയ്ക്ക് അടുത്തായി ഒരു കുശവന്റെ തരിശു ഭൂമി കിടപ്പുണ്ട്. ഈ പണം കൊണ്ട് നമുക്കത് വാങ്ങാം. എന്നിട്ട് ആ സ്ഥലത്തിന് ചോരപ്പറമ്പ് എന്നർത്ഥമുള്ള അക്കൽദാമ എന്ന് പേര് വിളിക്കാം. കൊള്ളാം, നല്ല ആശയം. എങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാം. കയ്യാഫാസ്, എന്താണ് അന്തരീക്ഷത്തിനൊരു മാറ്റം? ശരിയാണല്ലോ, ആകാശം ഇരുണ്ടു കൂടുന്നു. അതാ കാർമേഘ പടലങ്ങൾ കുതിച്ചു കയറുന്നു. അതാ സൂര്യൻ മറയുന്നു. ഈ പട്ടാപ്പകൽ സമയത്ത് അന്ധകാരം പരക്കുന്നു. അയ്യോ, എന്താണിത്? ഭയമാകുന്നല്ലോ. ഭൂമി വട്ടം കറങ്ങുന്നത് പോലെ. അയ്യോ അയ്യോ അയ്യോ, ഞാനിപ്പോൾ വീഴും. അയ്യോ, അതാ അതാ ആകാശത്ത് നിന്ന് സർപ്പങ്ങളുടെ ആകൃതിയിലുള്ള മിന്നലുകൾ ഇറങ്ങുന്നു. അയ്യോ അയ്യോ, വീണോ? അയ്യോ അയ്യോ, എന്റെ നട്ടല് മുറിക്കുന്നു. തോന്നുന്നു. എഴുന്നേൽക്കൂ. അയ്യോ, വേഗം എഴുന്നേൽക്കൂ, എഴുന്നേൽക്കൂ. വേദനിക്കുന്നു. എനിക്ക് എഴുന്നേൽക്കാൻ വയ്യ. അല്പം കഴിയട്ടെ. എനിക്ക് വയ്യ. ആരാണ് ഓടി വരുന്നത്? ഇരുട്ടുമൂലം ശരിക്കും കണ്ടുകൂടല്ലോ. ആരാണത്? എന്തായി? മരിച്ചോ? എല്ലാം കഴിഞ്ഞു. അയ്യോ അങ്ങുന്നേ, ഏതാണ്ട് അത്ഭുതം പോലെ നമ്മുടെ ദേവാലയത്തിലെ വലിയ തിരശ്ശീല രണ്ടായി കീറിയിരിക്കുന്നു. ശവക്കല്ലറുകൾ പൊട്ടിപ്പിളരുന്നു. കരിമ്പാറകൾ പൊട്ടിപ്പൊളിയുന്നു. ഞാനിങ്ങോട്ട് ഓടിപ്പോരുമ്പോൾ യൂദാസ് ഒരു മരക്കൊമ്പിൽ തൂങ്ങി ചത്തിക്കിടന്ന് ആടുന്നു. ഈ കൊടുങ്കാറ്റിൽ അവന്റെ ജഡം കിടന്നാടുകയാണ്. വീണത് കുറെ കടുപ്പമായി. വേദന ഇപ്പോഴുമുണ്ട്. എന്റെ മനസ്സിനാണിപ്പോൾ വേദന. നമ്മുടെ ആലോചനാ സംഘത്തിലുള്ളവർ തന്നെ ഇങ്ങനെ തുടങ്ങിയാൽ എന്തു പറ്റി? ആ യേശുവിന്റെ മൃതശരീരം ജോസഫ് ഏറ്റുവാങ്ങി. അരിമത്തിയായിലെ ജോസഫോ? അതെ, നിയമസഭാ സഭാജികൻ ജോസഫ്. നമ്മുടെ കൂട്ടത്തിലുള്ളവനാണെങ്കിലും ദ്രോഹമല്ലേ അയാൾ ചെയ്തത്? നമ്മെ അവഹേളിക്കുകയല്ലേ ചെയ്തത്? അയാൾ പീലാത്തോസിനെ ചെന്ന് കണ്ട് തിടുക്കത്തിൽ അനുവാദം വാങ്ങി. സാപത്തിന് മുമ്പ് തന്നെ സംസ്കാരവും നടത്തി.
അയാളെ സഹായിക്കാൻ വേറൊരുത്തനും ഉണ്ടായിരുന്നു. അതാര്? നിക്കോദേമോസ്. ഓ, അയാളുമുണ്ടോ? നിലയും വിലയുമുള്ള 2 സമുദായ പ്രമാണികൾ ചേർന്ന് തൂക്കിക്കൊല്ലപ്പെട്ട ഒരു കുറ്റവാളിയെ ഏറ്റുവാങ്ങുക. ധിക്കാരിയും തെമ്മാടിയുമായ അവന്റെ മൃതശരീരത്തിന് ഇല്ലാത്ത ബഹുമാനം കൽപ്പിച്ച് വേദവിധി പ്രകാരമുള്ള ബഹുമതികളോടെ തന്നെ സംസ്കരിക്കുക. എനിക്ക് എന്തെന്നില്ലാത്ത കലിയാണ് വരുന്നത്. കുറെ മുമ്പ് യൂദാസിന്റെ പ്രശ്നം, ഇപ്പോൾ ഈ പ്രശ്നം. ആകെ കൂടി ഇന്നൊരു ശാപമേറ്റ ദിവസമാണ്. കയ്യഫാസ്, ഇങ്ങനെ വികാരം കൊണ്ടിട്ട് കാര്യമില്ല. വിചാരമാണ് ഇപ്പോഴത്തെ ആവശ്യം. സമചിത്തതയോടെയുള്ള ചിന്തയാണ് വേണ്ടത്. അതിരിക്കട്ടെ, എവിടെയാണ് സംസ്കരിച്ചത്? അരിമത്യ ജോസഫിന്റെ സ്വന്തമായ കല്ലറയിൽ. അങ്ങനെയാണോ? എങ്കിൽ സൂക്ഷിക്കണം, വളരെ വളരെ സൂക്ഷിക്കണം. ഇത് കരുതിക്കുട്ടിയുള്ള ഒരു ആസൂത്രണമാവാം. മനസ്സിലായില്ല. എനിക്കിപ്പോൾ എന്റെ ചിന്തയിൽ പലതും പൊന്തി വരുന്നു. യേശു എന്ന് പറയുന്ന ആ കപടവിദ്യക്കാരൻ പ്രസംഗിച്ച് നടന്ന നാളുകളിൽ വീമ്പിളക്കിയിരുന്നു. മരിച്ചാൽ അവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുമെന്ന്. സ്വന്തമായി ഒരു കല്ലറയിൽ അവന്റെ തന്നെ ആളുകൾ മറവ് ചെയ്ത ജഡം ആരും അറിയാതെ അവിടെ നിന്ന് എടുത്തുകൊണ്ടുപോയി ഒളിപ്പിക്കാം. എന്നിട്ട് പറയും, കല്ലറയിൽ കാണുന്നില്ല, മരിച്ചവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന്. ശരിയാണ്, അങ്ങനെ സംഭവിക്കാം. അതിനവസരം കൊടുക്കാൻ പാടില്ല. എത്രയും വേഗം കല്ലറയ്ക്ക് നമ്മൾ കാവൽ ഏർപ്പെടുത്തണം. അതിനു പറ്റിയ ആയുധധാരികളെ എത്രയും വേഗം നമുക്ക് നിയോഗിക്കാം. നമ്മുടെ ആളുകളല്ല വേണ്ടത്, അതിന് റോമൻ പടയാളികൾ തന്നെ വേണം. അവരാകുമ്പോൾ കുറെ കൂടി അന്തസ്സും ഗൗരവവുമുണ്ട്. തന്നെയുമല്ല, ജനങ്ങൾക്ക് അവരെ പേടിയാണ് താനും. ആ ശതാധിപനെ മറ്റൊരു കാര്യത്തിനായി എനിക്കൊന്ന് കാണണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഗാൽഗുൽത്തായിൽ അവസാന നിമിഷം വരെ എല്ലാറ്റിനും സാക്ഷിയായി കാവൽ നിന്ന ആളാണല്ലോ. ഒരുപക്ഷെ അയാൾ ഇങ്ങോട്ട് വരുമ്പോൾ ഈ ആവശ്യം ഉന്നയിക്കാം. അതാ പറഞ്ഞ് നാവെടുത്തില്ല, അപ്പോഴേക്കും ആളെത്തിക്കഴിഞ്ഞല്ലോ. നിങ്ങളുടെ വിലപ്പെട്ട സേവനത്തിന് അകമഴിഞ്ഞ നന്ദിയുണ്ട്. എന്നെ കാണണമെന്ന് പറഞ്ഞ് ദൂതനെ അയച്ചത്? പറയാം. അതിനേക്കാൾ അടിയന്തരമായി മറ്റൊരു ആവശ്യം വന്നിരിക്കുന്നു. അരിമത്യായിലെ ജോസഫ് ആ മൃതശരീരം കൊണ്ടുപോയി സംസ്കരിച്ചു. അതെ, സംസ്കരിച്ചു. അത് ജോസഫിന്റെ സ്വന്തം കല്ലറയാണ്. ആയിരിക്കാം. ആ ഒറ്റ കാരണത്താൽ തന്നെ നമുക്കവിടെ ശക്തമായ കാവൽ ഏർപ്പെടുത്തണം. കാവലോ? എന്തിന്? യേശു എന്ന ആ കപട സന്യാസി പ്രസംഗിച്ച് നടന്നിരുന്നു, മരിച്ചാൽ അവൻ 3 ദിവസങ്ങൾക്കകം ഉയർത്തെഴുന്നേൽക്കുമെന്ന്. ജോസഫും കൂട്ടരും മൃതശരീരം മോഷ്ടിച്ചു കൊണ്ടുപോയി കല്ലറ കാലിയാക്കും. എന്നിട്ട് പറയും, അവൻ അത്ഭുതകരമായി ഉയർത്തെഴുന്നേറ്റുവെന്ന്. അത് നടക്കാൻ പാടില്ല. അതുകൊണ്ട് നിങ്ങളുടെ നേതൃത്വത്തിൽ ഏതാനും പടയാളികൾ കല്ലറയ്ക്ക് കാവൽ നിൽക്കണം. സാധ്യമല്ല. എന്നെ ഏൽപ്പിച്ച ദൗത്യം കഴിഞ്ഞു. ഞാൻ തിരിച്ചു പോവുകയാണ്. ആവശ്യമായ അനുമതി പീലാത്തോസ് പ്രഭുവിന്റെ പക്കൽ നിന്ന് വാങ്ങാം. അദ്ദേഹം സമ്മതിച്ചാലും എനിക്ക് സൗകര്യമാവില്ല. റോമൻ അധികാരികൾക്ക് ഇക്കാര്യത്തിൽ ഒരു ചുമതലയുണ്ട്. ശവത്തിന് കാവൽ നിൽക്കാനോ? അതെ, അതിന് കാരണങ്ങളുണ്ട്. ഗെത്സമൻ തോട്ടത്തിൽ നിന്ന് അവനെ പിടികൂടിയത്, മരണശിക്ഷയ്ക്ക് വിധിച്ചത്, പീഡനമുറകൾ നടത്തിയത്, കുരിശിൽ തറച്ചു കൊന്നത് എല്ലാം റോമൻ അധികാരികൾ. അതുകൊണ്ട് ഇക്കാര്യത്തിലും നിങ്ങൾക്കൊരു ഉത്തരവാദിത്വമുണ്ട്. എന്നെ അതിന് പ്രതീക്ഷിക്കണ്ട. നിങ്ങളെന്താ ധിക്കാരത്തിന്റെ ഭാഷയിൽ സംസാരിക്കുന്നത്? നിങ്ങളുടെ ആവശ്യവുമായി പൊരുത്തപ്പെടാൻ എനിക്ക് കഴിയില്ല. എന്റെ മനസ്സാകെ കലങ്ങിയിരിക്കുന്നു, കുറ്റബോധത്തിൽപ്പെട്ട് നീറുന്നു. കാരണം കുരിശിലേറ്റപ്പെട്ട ആ മനുഷ്യൻ
ദൈവപുത്രനാണ്, സത്യമായും ദൈവപുത്രനാണ്. എന്ത്? നിങ്ങൾ വിഡ്ഢിത്തം പറയുന്നു. ആ മരണസമയത്തുണ്ടായ ഭൂമികുലുക്കവും അന്ധകാരവും മിന്നലും ഇടിമുഴക്കവും കൊടുങ്കാറ്റും പേമാരിയും അവിടെ കൂടിയിരുന്ന ജനങ്ങൾ കുറച്ചുപേരൊഴികെ ബാക്കിയെല്ലാവരും പരിഭ്രാന്തരായി, ഭയന്ന് വിറച്ച് അങ്ങുമിഞ്ഞും ചെതറിപ്പാഞ്ഞു പോയി. പ്രകൃതിയിൽ ഇതൊക്കെ വല്ലപ്പോഴും സംഭവിക്കുന്നതല്ലേ? ഇല്ല, ഇത് അസാധാരണവും അപ്രതീക്ഷിതവുമായിരുന്നു. ഇന്നുച്ച കഴിയും വരെ ആകാശം സ്വച്ഛവും നിർമ്മലവുമായിരുന്നു. അന്തരീക്ഷത്തിൽ ആപൽ സൂചനകൾ ഇല്ലായിരുന്നു. കുരിശിലേറ്റപ്പെട്ടതിന് ശേഷം മരണത്തിന്റെ പ്രത്യേക മുഹൂർത്തത്തിലാണ് അതെല്ലാം സംഭവിച്ചത്. അത് പ്രകൃതിയുടെ പ്രതിഷേധമല്ലേ? അത്യുന്നതങ്ങളിൽ നിന്നുള്ള കോപപ്രകടനമല്ലേ? നിങ്ങൾ ഇങ്ങനെ അസംബന്ധം പറയരുത്. നിങ്ങളൊരു റോമൻ പടയാളിയാണെന്ന കാര്യം മറക്കരുത്. പടയാളി ആയാലെന്ത്? സത്യം പറഞ്ഞുകൂടെ? ആ സത്യത്തിനാണ് ഞാൻ സാക്ഷ്യം വഹിച്ചത്. അവൻ സത്യമാണ്, അവൻ ജീവനാണ്, വഴിയും വെളിച്ചവുമാണ്. നിങ്ങൾ ഇവിടെ നിന്നുകൊണ്ട് തോന്നിയത് വിളിച്ചു പോകുന്നു. അതെ, എനിക്കിപ്പോൾ തോന്നുന്നു അവൻ മരിച്ചത് യഹൂദർക്ക് വേണ്ടി മാത്രമല്ല, എല്ലാ മനുഷ്യർക്കും വേണ്ടിയാണ്, ലോകത്തിലെ സകലജാതി മനുഷ്യർക്കും വേണ്ടി. നിങ്ങൾ ഭ്രാന്ത് പറയുന്നു. നിങ്ങൾക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുന്നു. ഒരു നല്ല മനുഷ്യനെ പ്രതി ഒരു ജഡത്തെ ഭയപ്പെടുന്നത്, മരിച്ചടക്കം ചെയ്തിട്ടും അതിനെ ഒരു പേടി സ്വപ്നമായി കാണുന്നത് ഒരു തരം ഭ്രാന്തിന്റെ ലക്ഷണമാണ്. ആക്ഷേപിക്കുകയാണോ? മതി സംസാരിച്ചത്. ഞാൻ ഉറപ്പായി വിശ്വസിക്കുന്നു, അവൻ രക്ഷകനാണ്, ലോകരക്ഷകൻ. ഇറങ്ങിപ്പോകാൻ. ധിക്കാരിയായ അവന്റെ പറച്ചിൽ കേട്ടില്ലേ? പറച്ചിൽ കേട്ടു, പറച്ചിൽ കേട്ടു. കയ്യാഫാസ്, ആ പറഞ്ഞതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? സത്യമുണ്ടോ? അങ്ങ് എന്താണ് ഈ പറയുന്നത്? അവൻ പറഞ്ഞത് ശ്രദ്ധിച്ചില്ലേ? എന്താണ് അവൻ പറഞ്ഞത്? സത്യമായും അവൻ ദൈവപുത്രനാണ്, സത്യമായും അവൻ രക്ഷകനാണ്, ദൈവപുത്രനാണ്, ലോകരക്ഷകൻ, അവൻ രക്ഷകനാണ്, ദൈവപുത്രനാണ്, ലോകരക്ഷകൻ, അവൻ രക്ഷകനാണ്. എൻ പ്രിയ ശിഷ്യന്മാരെന്ന നാട്യത്താലെ തള്ളിപ്പറഞ്ഞു നിങ്ങളെന്നെ, വീണ്ടും തള്ളിപ്പറയുന്നു ഇന്നുമെന്നെ. മൂന്നാം ദിനം ഞാൻ ഉയർത്തെഴുന്നേറ്റിട്ടും ക്രൂശിലേറ്റുന്നു നിങ്ങളെന്നെ.